സംസ്ഥാനത്ത് പെയ്ത മഴയുടെ ദുരിതം മാറുന്നില്ല. മാത്രമല്ല 8 ജില്ലകളിൽ റെഡ് അലർട്ടോടുകൂടി പുതിയ അതിതീവ്ര മുന്നറിയിപ്പും വന്നിട്ടുണ്ട് മഴയുമായി ബന്ധപ്പെട്ട്. അതേസമയം 5 ദിവസമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പരിഹാസവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആറന്മുള നീർവാളകത്തെ ക്യാമ്പിലെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കുത്തിത്തിരിപ്പെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. അതേസമയം സർക്കാർ അനാസ്ഥയിൽ തുറന്നടിച്ച് കോൺഗ്രസ് ഭാരവാഹി രംഗത്തെത്തിയിട്ടുണ്ട്. ക്യാമ്പ് തുടങ്ങിയിട്ട് 3 ദിവസമായെന്നും വെള്ളമോ ആഹാരമോ ലഭിക്കുന്നില്ലെന്നും പ്രതികരണം. സന്നദ്ധ സംഘടനകൾ മാത്രമാണ് ആശ്രയമെന്നും കോൺഗ്രസ് നേതാവിന് തന്നെ പറയേണ്ടി വന്നു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് അലക്സ് ജോർജാണ് വീഡിയോയിലൂടെ രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് നിളാവ് നമ്മുടെ ഏത് വെള്ളപ്പൊക്കം വന്നാലും ഏത് ഒരു മഴ വരുമ്പോഴും 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 100-നടുത്ത് വീടുകളിൽ വെള്ളം കയറി. പല ആൾക്കാരെല്ലാം പല ക്യാമ്പുകളിലും അവരുടെ പല ബന്ധുക്കളുടെ വീടുകളിലുമായിട്ട് താമസിക്കുകയാണ്. ചുറ്റും വെള്ളത്താൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് കെട്ടിനോ അല്ല മറ്റൊരു അടിയന്തര എന്തെങ്കിലും ആവശ്യത്തിനോ വെളിയിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്കറിയാം ക്യാമ്പിലോട്ടായാലും ഇതുവരെ ഒരു സാധനം പോലും ഇവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് വളരെ ദയനീയം. ഒരു കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 ദിവസമായിട്ട് ഈ വാർഡിലെ കറണ്ടില്ല. 5 ദിവസമായിട്ട് കാരണം ആലോചിക്കണം. ധാരാളം കുട്ടികൾ രോഗികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം എല്ലാ വാർഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ദുരിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അധികാരികൾ അത് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായം എത്തിക്കാനുള്ള ഒരു സഹായം, രോഗികൾക്ക് വെളിയിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഒരു വല്ലാത്ത ദുരിതാവസ്ഥ കിടക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ എന്തെങ്കിലും അടിയന്തര സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഇവിടെ കുറേ ചെറുപ്പക്കാർ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചെറുപ്പക്കാരുടെ അവരുടെ സന്നദ്ധ പ്രവർത്തനം കൊണ്ടാണ് വാർഡിലെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കോൺഗ്രസ് നേതാവിനാണ് പറയേണ്ടി വരുന്നത്. അതും 5 ദിവസങ്ങൾക്ക് ശേഷം, ദുരന്തമുണ്ടായ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പരാതിയും വേദനകളും പറയേണ്ടി വരുന്നത്. തീർന്നില്ല. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ജനങ്ങളുടെ ദുരിതം ഇനിയുമുണ്ട്. ദുരന്തബാധിതർക്ക് കണ്ണീരോടുകൂടിയാണ് അവരുടെ അവസ്ഥ കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്. അതുകൂടി ഒന്ന് കാണാം. നമ്മുടെ കുടുംബത്തിൽ ഈ വയ്യാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം ഈ റൂം കൊടുത്താൽ പറ്റത്തില്ല, ഈ പല ബെഞ്ചുകൾ കൊടുത്താൽ പറ്റത്തില്ല, അവർക്കൊരു കട്ടിൽ. ഇപ്പോൾ ഓരോരുത്തർ റൂം എടുത്ത് താമസിക്കുക. എന്താ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, അവർ വയ്യാത്തവർ, അവർക്ക് ആഹാരം കറക്റ്റായിട്ട് പോകാനോ ഒന്നിനും ഒരിത് കഴിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്നുവെച്ചാൽ ഇത്രയും പേരുണ്ട്, എല്ലാവർക്കും എല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിയമമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 11,000 ആർക്കും ഒന്നുമല്ല. ഉണ്ടോ? എല്ലാം പറയുന്നു, വീഡിയോ കാണുമ്പോഴെല്ലാം പറയും 11,000 അനുവദിച്ചിട്ടുണ്ട്, 11,000. ഈ 11,000 ഒരു മാസം ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്ന കാശത്. പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കണം. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഈ രോഗികളെ നോക്കാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക, അവർക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടത് ചെയ്യുക. ഓരോരുത്തരും പലക പിടിച്ചും തറയിൽ ഇരിക്കാൻ വയ്യാതെയും കിടക്കാൻ പറ്റാതെ എത്ര പേരായിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെല്ലാം തിന്നാൻ തന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല. ഇന്നലെ എനിക്ക് കിട്ടിയത് പഴയ തുണിയാണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞാനാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഡ്രസ്സുകൾ തന്നത് ഇത്ര പഴയതാണ്, ഞങ്ങൾക്ക് സങ്കടം പറ്റി. ഒരാളിട്ട് ഒരുപാട് കളർ പോയ തുണികൾ ഞങ്ങൾക്ക് എനിക്ക് കണ്ണീര് വരണത്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം അതാണ്. ഞാൻ എടുത്തിങ്ങനെ നോക്കിയിട്ട് ഞാൻ എടുത്തില്ല, ഉള്ള എല്ലാവർക്കും കൊടുത്തു. പക്ഷെ അതൊക്കെ അവർ ഇടുമ്പോൾ എന്തുമാത്രം വിഷമിക്കും. ആ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ ഇന്നിപ്പോൾ താണ്ട് വന്നു. ഇന്നലെ വീണ ജോർജ് പറഞ്ഞു രാവിലെ ഞാൻ തുണി എത്തിക്കാമെന്ന് പറഞ്ഞു. ആ മന്ത്രി മാഡം അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സാറ് വന്നായിരുന്നു, എല്ലാവർക്കും കൊടുത്തായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, ഇതാണ് വേദനയോടുകൂടി അവർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ പ്രളയമുണ്ടായി, ഇതിനേക്കാൾ വലിയ പ്രളയമുണ്ടായി. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഞങ്ങൾ ഉത്സവത്തോടു കൂടിയാണ് ജീവിച്ചത്, ഉത്സവ അന്തരീക്ഷത്തിലാണ് ജീവിച്ചതെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവിടെയാണ് ഒരു ചെറിയ പ്രളയം വന്നപ്പോൾ, ഒരു ചെറിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ രീതിയിലേക്ക് മാറിയത്. ഇത് കോൺഗ്രസ് നേതാവിന് പോലും പറയേണ്ടി വരുന്നു. ഇതൊക്കെ ഇന്ന് സുജു ടി ബാബു മുഖ്യമന്ത്രിയോട് ചോദിച്ചു, കൈരളി ന്യൂസ് ചോദിച്ചു. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി? അവിടെ നിന്ന് തുടങ്ങാം സുജു.
അജിംഷാദ്, ഇത് പറയുമ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണണം. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാലിന്റെ നേതൃത്വത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ ഇവർ ക്യാമ്പിൽ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പത്തനംതിട്ട ഇരുപേരൂരിലുള്ള ക്യാമ്പിലേക്കാണ് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് സംഘമാണ്. അവർ ഭക്ഷണ കിറ്റുകളുണ്ട്, അരി, അതുപോലെ പച്ചക്കറി കാര്യങ്ങൾ, ബിസ്ക്കറ്റ്. ഇന്ന് രാവിലെ CPM പ്രവർത്തകർ ക്യാമ്പിലെത്തി അവർക്ക് വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രം, ആ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ ചേച്ചിയുടെ ക്യാമ്പിൽ എത്തി CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവർത്തിൽ പുതിയ വസ്ത്രം മേടിച്ചു കൊടുത്തു. അവരുടെ ഇന്നലെ പരാതി കേട്ടത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീണ ജോർജാണ്. ആ ക്യാമ്പിലെ സ്ത്രീകൾ അറിയാതെ പറയുകയാണ്, മന്ത്രി വന്നിരുന്നു. ഞാൻ ആര്? വീണ ജോർജ്. അവർക്കിപ്പോഴും അവരുടെ മനസ്സിൽ വീണ ജോർജ് തന്നെയാണ് മന്ത്രി. കാരണം അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നു, അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന മന്ത്രി വ്യക്തി എന്ന നിലയിൽ അവർ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പച്ചക്കറി സ്ഥാനങ്ങളൊക്കെ ധാരാളമാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് CPMന്റെ സംസ്ഥാന കമ്മിറ്റി KP ഉദയഭാനോട് ചേരുകയാണ്. ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി VD സതീശനോട് ക്യാമ്പിലെ ദുരവസ്ഥയെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ VD സതീശൻ പറഞ്ഞ ഇത് കൈരളിയുടെ കുത്തിത്തിരിപ്പാണെന്ന്. അങ്ങ് പല ക്യാമ്പിലും വിസിറ്റ് ചെയ്യണം. എന്താണ് ശരിക്കും ക്യാമ്പുകൾ നടക്കുന്നത്? ക്യാമ്പുകളിൽ നാഥനില്ലാത്ത അവസ്ഥയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ക്യാമ്പുകളിലില്ല. നമ്മുടെ ജില്ലയിലെ നൂറുകണക്കിന് ക്യാമ്പുകളാണ്. ആറന്മുളയിൽ ഇന്നലെ രാവിലെ ഞാൻ ചെല്ലുമ്പം ഒരു ക്യാമ്പിൽ അവിടെ വെള്ളമില്ല, പ്രാഥമിക കാര്യത്തിന് വെള്ളമില്ല, സൗകര്യം പോലും ഇല്ല, വൈദ്യുതിയില്ല. രാത്രിയിൽ ഇരുട്ടത്ത് കഴിയുന്ന ആളുകളുടെ ദൃശ്യമെടുത്ത് ഇന്നലെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു സാധനവുമില്ല. ചില ക്യാമ്പുകളിലൊക്കെ അരിയും പയറും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പലർക്ക് സാധനങ്ങളൊന്നും തന്നെ കൊടുക്കാറില്ല. വെളിച്ചെണ്ണയില്ല, തേങ്ങയില്ല, മറ്റ് പലർക്ക് സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ എല്ലാം CPM DYFI ഇടപെടുമോ? അവിടെ എല്ലാം ഇടപെടും. എല്ലാവർക്കും ആവശ്യമായ സാധനങ്ങൾ കൊടുക്കും. എല്ലാവർക്കും എവിടെ ക്യാമ്പുകളിൽ നിന്ന് വിളിക്കുന്നിടത്ത് എല്ലാ കാര്യങ്ങളും എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞാൻ മനസ്സിലാക്കി 2018 2 കളക്ടർമാരുണ്ടായിരുന്നു അല്ലേ? 2018 2 കളക്ടർമാരായിരുന്നു. അന്ന് ആയിരുന്നു പുതിയ കളക്ടറായിരുന്നു. അദ്ദേഹത്തിന് ജില്ലയിൽ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ അരി കിഷോർ എന്ന് പറഞ്ഞ കളക്ടറെ കൂടെ ഏർപ്പെടുത്തി എല്ലാ വകുപ്പുകളെയും ഏകീകരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് സർക്കാർ മിഷണറി കൃത്യമായി പ്രവർത്തിച്ചു. ഇന്ന് ഈ ജില്ല അനാഥമാണ്. അതാണ് CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ KP ഉദയഭാനു പറയുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. വിഷ്ണു ഉൾപ്പെടെയുള്ള 2 വിഷ്ണുമാരാണ്. വിഷ്ണു ഉൾപ്പെടെയുള്ളവർ അവർ പ്രവർത്തിക്കുന്ന DYFI ജില്ലാ സെക്രട്ടറി വിഷ്ണുവോട് ചോദിക്കാം. വിഷ്ണു, നിങ്ങൾ എല്ലാ ക്യാമ്പുകളിലേക്കും പോവാണോ? ഞങ്ങൾ തീർച്ചയായിട്ടും ജില്ലയിലെ മുഴുവൻ ക്യാമ്പുകളിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാര സാധനമായാലും ബെഡ്ഷീറ്റ് ആയാലും മരുന്നുകളായാലും പൂർണ്ണമായി തന്നെ മുഴുവൻ ക്യാമ്പിലും എത്തിക്കാൻ വേണ്ടി DYFI തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഈ ക്യാമ്പിൽ വിട്ടു പോകുമ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് ഇവർക്ക് വീണ്ടും താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും DYFI നേതൃത്വത്തിൽ ജില്ലയിൽ ചെയ്തു കൊടുക്കും. ആണോ? ഇപ്പം എനിക്ക് തോന്നുന്നു ഉദയഭാനു സാഹു ചോദിക്കുന്നത് അവർക്ക് എന്തൊക്കെ വേണമെന്നാണ് ചോദിക്കുന്നത്. ഇനി അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതെല്ലാം ഇപ്പോൾ അവർ കുറിച്ച് തരികയാണ്. അതെല്ലാം ഞങ്ങൾ ഇവിടെ എത്തിക്കും. ചേച്ചി, എന്തോ എന്താ പരാതി? അല്ല, കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സും ഞങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇത്രയും കയറും എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. വേണം കുഞ്ഞുങ്ങൾക്ക് എല്ലാം വെള്ളം കയറിയൊക്കെ. വിഷ്ണു ഇവരുടെ പരാതി കേൾക്കുക. ഞങ്ങൾക്ക് ഇത്രയും വെള്ളം കയറുമെന്ന് ഇത്ര നാൾ നിൽക്കുന്നൊന്നും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾക്കായാലും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല ഇട്ടുമാറാനുള്ള. അപ്പം അതെല്ലാം ഒന്ന് എത്തിക്കുക. തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പരമാവധി ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്കുള്ള മരുന്നുകളും കുട്ടികൾക്കുള്ള ഡ്രസ്സും എല്ലാം ഇന്ന് തന്നെ എത്തിക്കും. ഡ്രസ്സാണ് ഇവർക്ക് ആവശ്യം. ഇന്ന് വൈകിട്ട് തന്നെ എത്തിക്കാമല്ലോ? ഇന്ന് നാളെ രാവിലെ എത്തിക്കാം. എന്തോ ഇത്രയും കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. എന്ത് പറയുന്നു? നല്ല കാര്യം. സന്തോഷമായി. ഞങ്ങളുടെ മേഡം ഇത് എത്തിച്ചതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഒരു ഭാഗത്ത് ഈ ക്യാമ്പിൽ വലിയ പരാതിയില്ലാത്തൊരു ക്യാമ്പ് കൂടാണ് കേട്ടോ. നമ്മൾ കുത്തിരിപ്പണ്ടാക്കുമല്ലോ. ഈ ക്യാമ്പ് അത്യാവശ്യം ഭംഗിയായിട്ട് പോകുന്നതാണ് അല്ലേ? ക്യാമ്പ് കാര്യങ്ങൾ ഇവിടെ 14 ക്യാമ്പാണ് ഉള്ളത് ഗ്രേവൂർ ഗ്രാമപഞ്ചായത്തിൽ. അതിനകത്ത് 480ഓളം പേരുണ്ട്. ആദ്യത്തെ 2 ദിവസം വളരെ പ്രയാസമേറിയ ദിനങ്ങളായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ കവർ ചെയ്തു. ഗിൽഗാൽ ആശ്വാസഭവൻ ആദ്യം മുഴുവൻ ക്യാമ്പുകളിൽ 15 ക്യാമ്പുകളിലും ഏതാണ്ട് മുഴുവൻ പൊതികൾ വിതരണം ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു വിഷമങ്ങൾ മാറി. പക്ഷേ ഇപ്പോഴും ചില ക്യാമ്പുകളിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പം മുൻ പ്രസിഡന്റാണ്, ഇപ്പം പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അല്ലേ? ഏത് പഞ്ചായത്താണ്? 20 പഞ്ചായത്താണ്. അതാണ് ഇപ്പോൾ ഇവർക്ക്
നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വെള്ളം കയറിയിട്ടേ പഠിക്കുന്ന കുട്ടികളുടെ ബുക്കുകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതും വേണം അല്ലേ? അതെല്ലാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. എന്തായാലും ഇപ്പം കൊണ്ടുവന്ന കാര്യങ്ങൾ നല്ല കാര്യമല്ലേ? നല്ല കാര്യം. തീർച്ചയായിട്ടും ഇതാണ് ആളുകൾ കയ്യടിയോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. വിഷ്ണുവിനെ അടുത്ത നിങ്ങൾ വൈകിട്ട് അങ്ങോട്ട് പോകുന്നത്? വൈകിട്ട് കോഴഞ്ചേരി പിന്നെ ഇവിടെ തിരിച്ചു വരണമല്ലോ നമുക്ക് സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും എല്ലാ ഏരിയയിലേക്കും പോകാം. ഇതാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് യുവജന ഡിവൈഎഫ്ഐക്ക് അനുഭവമുള്ള സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലും ഡിവൈഎഫ്ഐ ഇത് ചെയ്തു. ഇപ്പോൾ എന്താണ് യു ഡി എഫ് ഭരിക്കുമ്പോഴും അവരുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥയുടെ വിടവ് നികത്താനും ജനസേവനത്തിൻ്റെ മാർഗത്തിൽ ഡിവൈഎഫ്ഐയും CPIM ഉണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അത് കാണുക കേരളമേ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സുജു ടി ബാബു. തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവർക്ക് അതായത് നമ്മളോട് പരാതി പറഞ്ഞു, കുട്ടികൾക്ക് ബ്രഷും പേസ്റ്റും ലിസ്റ്റ് കൊടുത്തു. അപ്പം വരാം അപ്പം ലിസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ ഏതാണ്ട് കുറച്ച് ആവശ്യം പറഞ്ഞു. ഉദയഭാനു സഖാവ് CPM സംസ്ഥാന കമ്മിറ്റി KP ഉദയഭാനു ഇപ്പോൾ നിങ്ങൾക്ക് പൈസ തന്നു അല്ലേ? തന്നു. 5000 രൂപ തന്നു. അടിയന്തര സഹായമായിട്ട് തന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ അവർ ഇപ്പം തന്നെ എത്തിക്കുന്നതായിരിക്കും. അതായത് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങൾ അല്ലേ? പഞ്ചസാര, കാപ്പിപ്പൊടി, റവ, ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇപ്പോൾ എത്തിക്കും. കുട്ടികൾക്ക് ബുക്കുകൾ ഇപ്പോൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റും കാര്യത്തിലാണോ പൈസ കൊടുത്തത്? എല്ലാ ആവശ്യത്തിനും കൂടുതലുണ്ട്. ബാക്കി ഇപ്പം അത്യാവശ്യം വേണ്ട കാര്യം മേടിക്കണം. ബാക്കി പഠിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി വരെ പഠിക്കുന്നവരുണ്ട്. അവരുടെ പഠനോപകരണങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടിരിക്കുക. ബുക്കുകളൊന്നും ഇല്ല. മേടിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് 5000 രൂപ. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ, ഇപ്പൊ ക്യാമ്പിലെ കാര്യങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം ചെയ്യാം. എല്ലാം ചെയ്യുന്ന ഉറപ്പുന്നത് അതാണ്. ഈ ആളുകൾ നമ്മൾ കണ്ടോ ഉടനടി അവർക്ക് ഇത് ഭരണകൂടം ചെയ്യേണ്ടതാണ്. അവർ ചെയ്യാതെ അവരെ ദുരിതത്തിൽ ഇടുന്ന ഒരു അവസ്ഥയിലാണ് ഡിവൈഎഫ്ഐയും CPIM ഒക്കെ ഇടപെടുന്നത്. അതുകൂടി കാണണം അല്ലേ സുജു? തീർച്ചയായിട്ടും അതാണ് രാവിലെ നമ്മൾ രാവിലെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സ്ത്രീയുടെ പ്രതികരണം കേട്ടല്ലോ. ആ KP ഉദയഭാനുടത്തിൽ ഇന്ന് അവിടെ ഞാൻ സുജുവിലേക്ക് തന്നെ തിരിച്ചെത്താം. കാരണം ഈ ക്യാമ്പുകളിലെ അസൗകര്യങ്ങൾ നമ്മളോട് കരഞ്ഞുകൊണ്ട് അവിടുത്തെ അന്തേവാസികൾ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന്, കൈരളി ന്യൂസിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചതെന്ന് നമുക്ക് കേട്ടതിന് ശേഷം ഞാൻ സുജുവിലേക്ക് തിരിച്ചെത്താം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതായത് ഈ ക്യാമ്പുകളിലെ അസൗകര്യങ്ങൾ കൈരളി ന്യൂസിനോട് അടക്കം എല്ലാവരും പങ്കുവച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പങ്കുവച്ച കാര്യങ്ങൾ അടക്കം മുഖ്യമന്ത്രിയോട് പറഞ്ഞു, 5 ദിവസമായിട്ടും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലല്ലോ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ അത് കുത്തിത്തിരിപ്പാണെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. സുജുവിലേക്ക് തന്നെ പോവുകയാണ്. സുജു ടി ബാബു, അപ്പോൾ ഇത്തരത്തിൽ വലിയ ഭരണകൂട അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രളയം വന്നപ്പോൾ വളരെ സഫീഷ്യൻ്റായിട്ടാണ് അവരെ കരുതലോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. പക്ഷേ ഇപ്പോഴാകട്ടെ വലിയ പ്രശ്നങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ല, എല്ലാം അത് കള്ളാടിയിൽ നാം കണ്ടു, ഇവിടെയും കാണുന്നു, ഇപ്പോഴും കാണുന്നു. 5 ദിവസമായി പരിഹരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യുവതയ്ക്ക് ഇടപെടേണ്ടി വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ മനോഹരമായ ദൃശ്യമാണ്. ഇവരെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടാറ്റ കൊടുത്ത് വിടുന്ന ഒരു ടാറ്റ കൊടുത്തു വിടുന്ന ഒരു മനോഹരമായ ദൃശ്യം നമ്മൾ കണ്ടു. ഇത് തന്നെയാണ് ഈ ഇനി അജിംഷാദ് മുഖ്യമന്ത്രി VD സതീശനോട് നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞത് ഇത്ര മാത്രമല്ല. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പരാതി പറയുന്നു, ക്യാമ്പുകളിൽ സാധനമില്ല. 5-ാം ദിവസമാണ് ജനങ്ങൾ പരാതി പറയുന്നത്. നോക്കണം, 1-ാമത്തെ ദിവസമല്ല, 2-ാം ദിവസമല്ല, 3-ാം 4-ാം 5-ാം ദിവസം പരാതി പറയുന്നു. ഈ 5-ാമത്തെ ദിവസം പരാതി പറയുന്നത് ആരാണ്? കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് പറയുന്നത്. അതും വാർഡ് മെമ്പറും BJP-കാരനും കൂടിയാണ്. അവർ ഒരുമിച്ച് പരാതി. ഈ പരാതിയും ആ സ്ത്രീയുടെ ഉൾപ്പെടെ പരാതി മുൻപിലെത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് ഇത് കൈരളിയുടെ കുത്തിത്തിരിപ്പാണെന്ന്. ആറന്മുളയുടെ സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ആറന്മുള, തിരുവല്ല ഉൾപ്പെടെയുണ്ട്. വിവിധ ക്യാമ്പിലെ പ്രശ്നം പറയുമ്പോൾ കൈരളി കുത്തിത്തിരിപ്പ് നടത്തുന്നു. അല്ലാതെ അത് പരിഹരിക്കാമെന്നോ അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളോ എല്ലാം പരിഹരിക്കും. പരാതി കിട്ടേണ്ടവർ ഇനി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് ക്യാമ്പിൽ 150 പേര് കൂടുതലുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. പെട്ടെന്നാണ് ആളുകൾ കൂടിയെന്ന് പറയുന്നത്. ഇവിടെയാണ് കൃത്യമായ പല അലേർട്ടുകളും വന്നിട്ടും ആ ക്യാമ്പ് പോലും കൃത്യവണ്ണം സജ്ജീകരിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടുപോയ റവന്യൂ വകുപ്പും സംസ്ഥാന സർക്കാരുമാണെന്ന് മുഖ്യമന്ത്രിയുടെ
വാക്കിൽ കൂടെ ഇന്ന് വ്യക്തമായി അജിംഷാദ.